മഞ്ഞു തഴുകുന്ന മലമുകളിൽ കാടിൻ്റെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്നൊരമ്പലമുണ്ട്. നീതിക്കായി ജ്വലിച്ച മധുര ചാമ്പലാക്കിയ കണ്ണകിയുടെ ക്ഷേത്രം. ഞാൻ അവിടേക്കൊരു യാത്ര പോയി. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് 14 കിലോമീറ്റർ വനത്തിനുള്ളിലായി കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് നിയന്ത്രിക്കുന്ന ക്ഷേത്രം. അതാണ് കണ്ണകി ക്ഷേത്രം. വർഷത്തിൽ ഒരേ ഒരു ദിവസം, ചിത്രപൗർണമി ദിവസം മാത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നൊരിടമാണത്. അന്നേ ദിവസം പുലർച്ചെ 6 മണി മുതൽ വനത്തിനുള്ളിലേക്ക് യാത്ര അനുവദിക്കും. കാൽനട യാത്രയായിട്ടോ അതല്ല ജീപ്പിലോ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം. രണ്ടായാലും അതിമനോഹരമായൊരു യാത്ര തന്നെയായിരുന്നു അത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ കുമളി ബസ് സ്റ്റേഷൻ പരിസരത്ത് ടാക്സി ജീപ്പുകൾക്ക് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ പ്രകടമായിരുന്നു. നിങ്ങൾ ജീപ്പ് ടാക്സിക്കായി പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ കുമളിയിലെത്താൻ ശ്രദ്ധിക്കുക. എൻ്റെ യാത്ര ജീപ്പിലായിരുന്നു. പുലർച്ചെ 9 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ആദ്യം മഹാഗണപതി വിഗ്രഹം തൊഴുത്, തുടർന്ന് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി തമിഴ്നാട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തി. 2 ക്ഷേത്രങ്ങളായിട്ടാണ് ഇവിടെ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ളതും മറ്റൊന്ന് തമിഴ്നാട് സർക്കാർ നിയന്ത്രണത്തിലുള്ളതും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ക്ഷേത്രത്തിന് മുൻപുണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ മാതൃകകൾ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും യാത്ര അതിമനോഹരമായിരുന്നു. കാട്, ട്രക്കിംഗ് എല്ലാം മനോഹരം. നിങ്ങളും അതൊന്ന് ആസ്വദിക്കൂ.